ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുധർമ്മ ടീച്ചർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യൂണിക് മലയാളം ലെക്ചർ ചാനൽ. BA മലയാളം സെമസ്റ്റർ 1 കോർ കോഴ്സിൽ നവോത്ഥാന മലയാള കവിത പഠിക്കുവാനുണ്ടല്ലോ. അതിൽ കുമാരനാശാന്റെ ലീല എന്ന പ്രണയകാവ്യത്തിന്റെ അകങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ചിന്താബന്ധുരവും ലക്ഷ്യാധിഷ്ഠിതവുമായ കാവ്യങ്ങളിലൂടെ മലയാള സാഹിത്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച മഹാനായ കവിയാണ് മഹാകവി കുമാരനാശാൻ. ദിവ്യപ്രണയത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും കുമാരനാശാന്റെ ലീലാ കാവ്യത്തിലൂടെ മലയാളികൾ അനുഭവിച്ചറിഞ്ഞു. പ്രമേയത്തിലും അവതരണത്തിലും പുതുമ സൃഷ്ടിച്ച ഈ കൃതി 1914 ആഗസ്റ്റിലാണ് പുറത്തു വരുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാതലായ അംശം പ്രണയമാണെന്ന് ആശാന്റെ ലീലാ കാവ്യം വെളിപ്പെടുത്തി തന്നു, അഥവാ നമ്മളോട് പറഞ്ഞു. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കുമാരനാശാൻ നഷ്ടപ്രണയത്തിന്റെ ഫലം മരണമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. കവിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി പ്രതിഫലിച്ച ലീലാ കാവ്യത്തിന്റെ അടിസ്ഥാന പ്രമേയം സ്നേഹമാണ്. ലീലയുടെയും മദനന്റെയും വിശുദ്ധ പ്രണയം. പേർഷ്യൻ കവിയായ നിസാമിയുടെ ലൈല മജ്നുവിന്റെ ഇതിവൃത്തം സ്വീകരിച്ച് ആശാൻ രചിച്ച കാവ്യമാണ് ലീല. ലീലാ മദനന്മാരുടെ പേരിൽ തന്നെയുണ്ട് ലൈല മജ്നുവിനോടുള്ള കടപ്പാട്. 3 സർഗങ്ങളായാണ് ലീലാ കാവ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ഉദയപുരം എന്ന ദേശത്തെ കച്ചവട പ്രമാണിയുടെ മകളായ ലീല അയൽവാസിയായ മദനനിൽ അനുരക്തയായ കഥ. ഒന്നിച്ചുള്ളതായ ഒരു ജീവിതം അവർ കിനാവ് കണ്ടെങ്കിലും അത് സാധിക്കാതെ പോകുന്നു. സ്വന്തം പ്രണയത്തെ മറച്ചു വെക്കേണ്ടി വന്ന ലീലയ്ക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കുലക്രമവും പിതാവിന്റെ തീരുമാനവും അനുസരിച്ച് ലീല മറ്റൊരു കച്ചവട പ്രമാണിയുടെ മകന്റെ വധുവായി മാറുന്നു. സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വന്ന ഹതഭാഗ്യയായ ലീല മദനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഭർത്താവിനോടൊപ്പം കഴിയുന്നു. കേവലം 1 വർഷം മാത്രം നീണ്ടുനിന്ന ലൗകിക ജീവിതം. ഭർത്താവിന്റെ മരണശേഷം ലീല സ്വഗൃഹത്തിലേക്കെന്നും പറഞ്ഞ് മദനെ തേടി നാട്ടിലേക്ക് പുറപ്പെടുന്നു. പിതാവും മാതാവും മരിച്ച വിവരവും ലീലയുടെ വിവാഹത്തെ തുടർന്ന് മദനന്റെ ദേശാടനവും സഖി മാധവിയിൽ നിന്നറിഞ്ഞ ലീല ആകെ തകർന്നു പോകുന്നുണ്ട്. നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകളും പേറി മദനെ തേടി പിന്നീട് ലീല അലഞ്ഞു തിരിയുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്ന വാർത്തയുമായിട്ട് സഖി മാധവി ലീലയുടെ സമീപമെത്തുന്നത്. പ്രണയപരവശേ ശുഭ നിനക്ക് ഉണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ, ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. അങ്ങനെ മധുരോദ്ധാരമായ വാക്കുകൾ നൽകി വാക്കുകളിലൂടെ മാധവി രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് ലീലാകാവ്യം ആരംഭിക്കുന്നത്. സരളവും മധുരവുമായ മാധവിയുടെ വാക്കുകൾ പിച്ചിപ്പൂവിൽ പതിക്കുന്ന മഴത്തുള്ളി പോലെ ലീലയ്ക്കും കാവ്യസന്ദർഭത്തിനും പ്രയോഗ ഭംഗി കൈവരുത്തുന്നുണ്ട്. ഉദയപുരം എന്ന രാജ്യത്തിനടുത്തുള്ള അതിപ്രശസ്തമായ ഹിമാലയ സാനുവിലുള്ള തന്റെ ഭവനത്തിലാണ് ലീല കഴിയുന്നത്. ഗൃഹോദ്യാനത്തിൽ മധുമാസ രാത്രിയിൽ നിലാവും പൂങ്കുളിരും സമ്മേളിക്കുന്ന വേളയിൽ പൂവള്ളികൾ പടർന്ന നിലത്ത് കിടക്കുന്നത് തികച്ചും നാടകീയമായ ഒരു കാഴ്ചയായാണ് കുമാരനാശാൻ അവതരിപ്പിക്കുന്നത്. അടർന്നു വീണ പൂങ്കുലയ്ക്ക് സമാനയായ പെൺതരുണി, താഴ്വര, വസന്തരാവ്, നറുനിലാവ്, വള്ളിക്കുടിൽ, വീണ പൂങ്കുല തുടങ്ങിയ കാൽപ്പനിക പ്രയോഗങ്ങൾ കാവ്യത്തെ ഏറെ ആലങ്കാരികമാക്കുന്നുണ്ട്. ലീലയുടെ ജീവിതകഥ പറയുകയാണ് ലക്ഷ്യമെങ്കിലും ജീവിതത്തെ സംബന്ധിച്ച തത്വങ്ങളെയും കവി കുമാരനാശൻ ഇടയ്ക്ക് കോർത്തിണക്കുന്നുണ്ട്. ക്ഷിതിലഹമർത്തി ജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതിനവരസമാമതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുകായികൾ. സുഖദുഃഖ സമ്മിശ്രമായ മനുഷ്യ ജീവിതം എത്ര വിഭിന്നമാണ് അല്ലേ? വിഭിന്നവും വിചിത്രവുമായ ഈ ജീവിത കഥയല്ലേ കവികൾ കൃതികളിൽ വിരചിക്കുന്നത്. ലീലയുടെ ജീവിതത്തിൽ വന്നു ചേർന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ആശാൻ ഇത്തരത്തിൽ ആശയ ഗംഭീരനാകുന്നത്. മരുഭൂമിക്കപ്പുറമുള്ള വലിയ കമ്പോളങ്ങളിലേക്ക് സംഘം ചേർന്ന് കച്ചവടത്തിന് പോകുന്ന വർത്തക പ്രമാണിമാരുടെ കൂട്ടത്തിലാണ് കവി ലീലയുടെ പിതാവിനെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യരൂപത്തിന്റെ അഥവാ സ്ത്രീ രൂപത്തിന്റെ അവികലമായ മാധുരി ഒരു വേളയിൽ ഉടലെടുത്തതാണെന്ന് തോന്നും വിധമുള്ള അവളെ പിതാവ് യാത്രയിൽ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. വീടിന്റെ വിളക്കും സൽഗുണസമ്പന്നയുമായ ലീല കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും കലാപരമായ മികവ് കൊണ്ടും പിതാവിനും നാടിനും പ്രിയങ്കരിയാവുന്നു. പ്രകൃതി അവളെ അംഗകാന്തിയാൽ, സുഹൃതി പിതാവ് വിഭൂഷണങ്ങളാൽ എല്ലായ്പ്പോഴും അലങ്കരിച്ചു കൊണ്ടിരുന്നു. കുലസുതയായ ലീലയുടെ യൗവനം അതിമധുരമായിരുന്നു. ലളിതമാർന്നും
ലലനകളുടെ ഭാഗ്യയന്ത്രമായും കുലസുധയായും പരിലസിക്കുന്ന അഥവാ വളരുന്ന ലീല. ഇവിടെ ലകാരത്തിന്റെ ആവർത്തനം ശ്ലോകത്തിന് ശ്രവണസുഖം നൽകുന്നുണ്ട് അല്ലെ. പിതാവിനോടൊപ്പമുള്ളതായി യാത്രയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും ലീല കാണുന്നുണ്ട്. പൊടിയും വെയിലും കാറ്റും നിറഞ്ഞതായ മരുഭൂമി, കടലിൽ ചരക്കുകളുമായിട്ട് വഞ്ചികളെ പോലെ പോകുന്നതായ ഒട്ടകങ്ങള്, കച്ചവട കൂട്ടങ്ങളുടെ നീണ്ട നിര, പല ജനം, പല ഭാഷ, വേഷമെല്ലാം ലീലയ്ക്ക് ആഹ്ലാദമേകി. അറിവോ സർവ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതമാണ് പിതാവ് ലീലയ്ക്ക് നൽകിയത്. ലീലയുടെ സന്തോഷഭരിതമായ ജീവിതത്തെ ഹംസതുല്യമാണ് കവി കാണുന്നത്. എല്ലാം മറന്ന് സരസിൽ നീന്തി തുടിക്കുന്ന ഒരു ഹംസത്തെ പോലെയായി ലീല. പശ്ചിമ പർവ്വതത്തിന് മുകളിൽ പടർന്നു കയറുന്ന കാർമേഘം പോലെ ലീലയുടെ ജീവിതവും കാർ കൊണ്ട് മൂടുന്നു. സുന്ദരമായ പ്രഭാതത്തിലേക്ക് പെട്ടെന്ന് ഇരുളിമ കലരുന്നത് പോലെയാണ് അവളുടെ ജീവിതം മാറിയതെന്നും പിന്നീട് അതൊരു പേമാരിയായി മാറിയെന്നും ഒടുവിൽ കടൽ പോലെ ആയതായും അതിലൊരു ചെറു കളി വഞ്ചി പോലെ അവളുടെ ജീവിതവും മാറിയെന്ന് കവി പറയുന്നുണ്ട്. കച്ചവട പ്രമാണിയായ ഒരാളുമായിട്ട് തൻ്റെ മകളുടെ വിവാഹം പിതാവ് യഥാവിധി നിശ്ചയിക്കുമ്പോൾ അവളുടെ അഭിപ്രായം ആരാഞ്ഞില്ല എന്നത് ഒരു തെറ്റ് തന്നെ. തങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരോട്, അത് ഭാര്യയായാലും മകളായാലും മക്കളായാലും, അവരോട് പ്രഭുഭാവം കാണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്നാണ് കവിപക്ഷം. തന്നെയുമല്ല, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ യുവജനങ്ങൾക്കും ഉണ്ടെന്നും ആശാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. രക്ഷിക്കപ്പെടേണ്ട പിതാവ് മകളിൽ അധികാരഭാവം പുലർത്തി വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന മൂല്യങ്ങളിലൊന്നാണല്ലോ വ്യക്തി സ്വാതന്ത്ര്യം. സ്വന്തം ഇഷ്ടം മാനിക്കാതെ തീരുമാനിച്ച വിവാഹത്തിൽ ലീല ഖേദിക്കുന്നു. കഥാപുരുഷനായ മദന് ലീല തന്റെ ഹൃദയം പണ്ടേ കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നും സ്വന്തം പ്രണയം പിതാവിനോട് തുറന്നു പറയുവാനുള്ളതായി ശക്തിയില്ലാത്തവളായി നായിക മാറിയെന്നും പറയുമ്പോൾ ലീല കാലഘട്ടത്തിന്റെ കഥാപാത്രമാകുകയാണ്. ഉത്സവം പോലെ കൊണ്ടാടിയ വിവാഹത്തിന്റെ ആഘോഷവേളയിൽ പോലും അവളുടെ മനസ്സിൽ മദനോടുള്ള പ്രണയവുമായിരുന്നു. മറ്റൊരാളുടെ ഭാര്യയായി കഴിയുമ്പോൾ പോലും ലീലയുടെ മനസ്സിലുണ്ടായിരുന്നത് മദനോടുള്ള ദിവ്യ പ്രണയമായിരുന്നു. പഴകിയ തരുവല്ല് മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയും അവ മനസ്സ് ഒഴിവത് അശക്യം ഒരാളിലൂന്നിയാൽ. ലീലയുടെ പ്രണയദാർഢ്യം സൂചിപ്പിക്കുന്ന ഈ വരികൾ ഒരു പരിതസ്ഥിതിയിലും അവളുടെ പ്രണയത്തിന് ഗതിമാറ്റം വരികയില്ലെന്ന സൂചന നൽകുന്നുണ്ട്. കുമാരനാശാന്റെ നായികമാരെല്ലാം മനസ്സുമാരാകുന്നത് അവരുടെ പ്രണയദാർഢ്യത്തിലൂടെ തന്നെയാണ്. വിനയവതിയായ ലീല ജനഹിതത്തിന്റെ പേരിൽ തൻ്റെ ആഗ്രഹം ബലിയർപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് കവി പറയുന്നുണ്ട്. എന്നാൽ അത് ശരിയല്ലെന്ന വാദഗതികൾ മലയാളത്തില് ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ. മറ്റൊരുവളോടും പ്രണയം തോന്നിയിട്ടില്ലാത്തതായ മദനനെ, പരിശുദ്ധനായ മദനനെ, നിർദോഷിയായ കാമുകനെ എങ്ങനെ നിത്യമായ വ്യഥയിലാഴ്ത്തുമെന്ന് ലീല സ്വയം ന്യായീകരിക്കുന്നുണ്ട്. അതിനെ ന്യായീകരിക്കുവാൻ നദിയുടെ കുത്തൊഴുക്ക് മുറിച്ചു നീന്താൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന വിധി ന്യായവും കൊണ്ടുവരുന്നു. ആശാന്റെ പ്രണയ കാവ്യങ്ങളിലെ പ്രധാന വില്ലൻ വിധിയാണല്ലോ, നിർദ്ധയനായ വിധി. അതിനെ തോൽപ്പിക്കാനാവില്ല. വിധിയുടെ നിഷ്ഠൂരമായ ഇടപെടലാണ് ആശാൻ കൃതികൾക്ക് ദുരന്തത്തിന്റെ ആയാമം നൽകുന്നത് തന്നെ. ലീലയുടെ ദുരന്ത ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അവളുടെ വിവാഹത്തോടെയാണ്. ഭർത്താവ് കഴുത്തിലണിയിച്ച വിവാഹ മംഗളസൂത്രം, താലിയുണ്ടല്ലോ, അവൾക്ക് അതുപോലും കാണാൻ ഇഷ്ടമില്ലാതായി മാറുന്നു. കൊടിമരത്തിൽ പതാക കയറുന്ന നിമിഷം മുതൽ ഉത്സവമാണല്ലേ. കഴുത്തിൽ താലി അണിയുന്നത് മുതൽ വിവാഹ ജീവിതവും തുടക്കമായി. ലീലയുടെ ഗളത്തിൽ താലി ചാർത്തേണ്ടത് മദനനായിരുന്നു. എന്നാൽ അത് ചെയ്തത് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും. മകളുടെ മനസ്സറിയാത്ത പിതാവ് തന്റെ ജാമാതാവിന് ധാരാളം ധനം നൽകി. പർവ്വത ശിഖരങ്ങളിൽ നിന്ന് പെയ്തിറങ്ങി നദിയിലൂടെ സമുദ്രത്തിലെത്തുന്ന ചില സമൃദ്ധി പോലെ സ്വത്തിന്റെ സമൃദ്ധിയും ആലങ്കാരികമായി കാണുന്നു കവി. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം യാത്രയാകുന്ന ലീലയെ ഇണയെ വിട്ട് അകലേണ്ടി വന്നതായ പ്രാവിന്റെ ദുസ്സഹമായ അവസ്ഥയോടാണ് ആശാൻ ഉപമിക്കുന്നത്. അച്ഛന്റെ വേർപാട് അഥവാ വിട്ടുപിരിയല് കാരണം അതിന്റെ ഒരു കഠിന ദുഃഖമാണ് ലീലയെ ഹനിക്കുന്നതെന്ന് ഭർത്താവ് വിചാരിച്ചു. തന്നെ പിരിയുന്നതിലുള്ള മാനസിക വ്യഥയാണ് പുത്രിയുടെ മുഖം വാടിയിരിക്കുവാനുള്ളതായി കാരണമെന്ന് അവളുടെ പിതാവും കരുതി. തകർന്ന തന്ത്രി പോലെ ആയിത്തീർന്ന ലീലയെ ഭർത്താവ് ഏറെ സ്നേഹിച്ചു.
ശ്രേഷ്ഠ വിഭവങ്ങളും സമ്മാനങ്ങളും നൽകി സന്തോഷിപ്പിക്കുവാൻ ഭർത്താവ് ശ്രമിച്ചെങ്കിലും ഭർത്താവിനോട് സ്നേഹമില്ലാത്തതായ ലീലയ്ക്ക് അവ ഒരു ബാധ്യതയായിട്ട് തന്നെയായിട്ട് തോന്നിയത്. ഒരു വസ്തു ഹൃദ്യമാകുന്നതും അല്ലാതാകുന്നതും അത് സ്വീകരിക്കുന്ന മനസ്സിന്റെ ഹിതത്തിനനുസരിച്ചായിരിക്കും. പരസ്പര വിശ്വാസവും ഇഷ്ടവും പുലർത്തുവാൻ കഴിയാത്ത ദാമ്പത്യം പ്രയോജനരഹിതമാണ്. പിതാവ് കണ്ടെത്തിയ പുരുഷൻ ലീലയ്ക്ക് സർവ്വതാ യോഗ്യനാണ്. എന്നാൽ ക്ഷിതിയിലൊരു പുമാൻറ്റി എന്നിയെ സതികൾ പരന്റെ ഗുണങ്ങൾ കാണുമോ എന്നാണ് ആശാൻ ചോദിക്കുന്നത്. വിവാഹം ചെയ്തുവെങ്കിലും ഭർത്താവ് അന്യനായി തോന്നിയ ലീല സ്നേഹിച്ചിരുന്നത് മദനെ തന്നെയാണ്. ഭർത്താവിനോട് അവൾക്കുണ്ടായിരുന്നത് ഒരു തരം ദയയാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയിൽ നമുക്ക് ലീലയെ കാണാൻ കഴിയുമോ? ഇല്ല. ആശാൻ ലീലയെ സതി എന്ന് അഭിസംബോധന ചെയ്തതിനെ വള്ളത്തോൾ നാരായണ മേനോൻ ഒരു പൊരുത്തക്കേടായി തന്നെ കാണുന്നുണ്ട്. ഭർത്താവിനോട് അകലം പാലിച്ചും അന്യപുരുഷനിൽ വിധേയത്വം ഉൾക്കൊണ്ടും കഴിയുന്ന നായിക എങ്ങനെ സതിയായി മാറും? എന്നാൽ പ്രണയത്തിന്റെ കാൽപ്പനിക വസന്തത്തിൽ പൂത്തു നിൽക്കുന്ന നായികയാണ് കുമാരനാശാൻ സതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഞ്ഞടിക്കുന്ന തിരയിലും തടശില പോലെ കാണുന്ന പ്രണയം ലീലാകാവ്യത്തിലെ നായിക ലീല ഒരിക്കലും അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നില്ല. വിട്ടുവീഴ്ചയില്ലാത്ത പ്രണയസ്ഥൈര്യത്തിൽ മദന്റെ ഓർത്ത് നാളുകൾ പോക്കുന്ന ലീലയെ ഗുണവതി എന്നാണ് കവി വിളിക്കുന്നത്. ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്തവൾ എങ്ങനെ ഗുണവതിയാകും എന്ന വിമർശനം അക്കാലത്തെ മലയാള സാഹിത്യത്തിൽ മാറ്റൊലിക്കൊണ്ടു. ലീലയുടെ ജീവിതത്തിൽ വിധി വീണ്ടും വില്ലനായെത്തി. താങ്ങാനാവാത്ത വിപത്ത് അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളുടെയും പരിണാമം പരീക്ഷിക്കുന്നത് വിധിയാണല്ലോ. ലീലയുടെ പ്രണയ സ്ഥൈര്യം എന്ന ഗുണത്തെയാണ് വിധി പരീക്ഷിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ലൗകിക ജീവിതം തുടരുന്ന വേളയില്, ദാമ്പത്യം തുടരുന്ന വേളയില് ഒരു നാൾ അപ്രതീക്ഷിതമായിട്ട് അവളുടെ ഭർത്താവ് മൃതിപ്പെടുകയാണ്. അവളുടെ ശയനീയ ശയ്യാം അവനൊരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി. ലീലയോടൊപ്പം അന്തി ഉറങ്ങിയ ആ യുവാവ് അടുത്ത പുലരിയിൽ ഉണർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുമാരനാശാൻ ആ യുവാവിന്റെ മരണം രേഖപ്പെടുത്തിയത്. മരണ കാരണമെന്തെന്ന് മലയാളക്കരയാകെ ചർച്ച ചെയ്തു. ലീല കൊന്നതായിരിക്കാം എന്ന് സംശയമുയർന്നു. എന്നാൽ എല്ലാവരുടെയും സംശയങ്ങൾക്ക് ദൂരീകരണവുമായിട്ട് ആശാൻ രംഗത്ത് വന്നു. മരണത്തിന് യൗവനമെന്നോ വാർദ്ധക്യമെന്നോ ഇല്ലല്ലോ. മരണത്തിന്റെ കവാടം സദാ തുറന്നു കിടക്കുന്നതിനാൽ അത് എപ്പോൾ വേണമെങ്കിലും കടന്ന് വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. മഹാകവി വള്ളത്തോൾ ഉന്നയിച്ച വാദഗതികളെ അടിസ്ഥാനമാക്കി നായകന്റെ മരണത്തിന്റെ അവിശ്വാസത്തെക്കുറിച്ച് കുട്ടിക്കൃഷ്ണമാരാർ ഒരു കുറ്റവിചാരണ തന്നെ നടത്തുകയുണ്ടായി. ഭർതൃഘാതകിയായിട്ടുള്ള ലീലയുടെ ഹീനവൃത്തിയെ കവി കലാമര്യാദയോടെ മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് മാരാരുടെ വാദം. പ്രിയതമയുടെ പ്രണയം അഥവാ ഇഷ്ടം എന്തെന്ന് പോലും അറിയാതെ പ്രാണൻ വെടിയേണ്ടി വന്ന ലീലയുടെ ഭർത്താവിനെ കുറിച്ച് കവി ഓർക്കുന്നു. അയാൾ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയുടെ ഹൃദയത്തിൽ മറ്റൊരാളാണ് ഉണ്ടായിരുന്നത് എന്ന സത്യം അറിയാതെ പാവം മരണത്തിലകപ്പെട്ടിരിക്കുന്നു. ഭാര്യയിൽ കൃതാർത്ഥനും അഭിമാനം കൊള്ളുന്നവനുമായ ഭർത്താവിനെ കവി നിയതിയാൽ ഹിംസിക്കപ്പെട്ടവനായി കാണുന്നു. മർത്യജീവിതത്തെ പിന്തുടർന്ന ദുർവിധിയെക്കുറിച്ചുള്ളതായ വാച്യമായ പ്രസ്താവന തന്നെയുമല്ല, ബന്ധുക്കളുടെ രോദനത്തിനൊടുവിൽ അയാളുടെ ശരീരം അഗ്നി ഗ്രസിച്ചു എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖമില്ലാത്തവളായി ലീലയെ നാം ഇവിടെ കാണുന്നുണ്ട്. മംഗല്യസൂത്രം നഷ്ടപ്പെട്ട ലീലയെ കാട്ടാളിൽ നിന്ന് രക്ഷപ്പെട്ട ചെന്നായിക്കൂട്ടത്തിന്റെ നടുവിൽ എത്തിയതായ പേടമാനോടാണ് രൂപകൽപ്പന ചെയ്യുന്നത്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ കവി കാട്ടാളനായി കാണുന്നു. എന്നാൽ പിന്നീട് അവളുടെ വൈദവ്യ അവസ്ഥ അനിഷ്ടമായ ദാമ്പത്യത്തെക്കാൾ ദുരിതകരമായിരുന്നു. ഭർത്താവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കുവാനും അവൾക്ക് കഴിയുന്നില്ല. ആത്മനിന്ദയുടെ പഴിചാരൽ ലീലയിൽ കാണാം. മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നതായ അശുഭ വാക്കുകളും അപവാദശരങ്ങളും ഒരു വശത്ത്, എന്നാൽ പതി അനഭീഷ്ടനെങ്കിലും ജീവിച്ചിരുന്നുവെങ്കിൽ അപവാദങ്ങളിൽ നിന്ന് മോചനമുണ്ടായേനെ എന്നും ഭർത്താവിന്റെ സംരക്ഷണ വലയത്തിൽ ഇരുന്നു കൊണ്ട് മദനനെ ഓർത്തോർത്ത് കാലം കഴിക്കാമായിരുന്നുവെന്നും ആ തരുണി ചിന്തിക്കുന്നുണ്ട്. മനസ്സാകുന്ന പക്ഷി ആഗ്രഹിച്ച കിനാവിലെ ഫലം വീണുപോയിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള അതികഠിനമായ ഭയം
എങ്ങനെ ഒഴിവാക്കും? വർത്തമാനകാല ജീവിതത്തെക്കാൾ ലീലയെ അലട്ടുന്നത് ഭാവി ചിന്തകളാണ്. തൻ്റെ ഇഷ്ടത്തെയും സ്വപ്നത്തെയും തടഞ്ഞ ഒരു കളയായിട്ടാണ് ലീല ഭർത്താവിനെ കാണുന്നത്. ആ കളയാണെങ്കിൽ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു. ലീല പണ്ടേ ആ കാമുകന് മദനന് കാമിനിയായിരുന്നല്ലോ. എന്നാൽ മദനനെ ഭർത്താവായി സ്വീകരിക്കുവാൻ ലീലയ്ക്ക് കഴിയില്ല. കാരണം അന്ന് വൈശ്യതയുടെ സ്ത്രീകൾക്ക് പുനർവിവാഹം നിഷിദ്ധമായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ലീല ഉദയപുരിയിലേക്ക് യാത്രയാവുന്നത്. ലീല ഉത്സാഹവതിയും സന്തോഷമുള്ളവളുമായി കാണപ്പെട്ടു. അനുകൂലമായ കാറ്റിൽ അതിവേഗം ഒഴുകുന്നതായ ഒരു ചെറുതോണി പോലെ എന്നാണ് കവിഭാഷ്യം. മറ്റെന്തിനേക്കാളും മദനെ കാണുക എന്നതായിരുന്നു ലീലയുടെ തീവ്രമായ ആഗ്രഹം. സ്വന്തം നാടും ഗൃഹവും ശൈശവ ഓർമ്മകളിലേക്ക് ലീലയെ കൂട്ടിക്കൊണ്ടുപോയി. മാതാപിതാക്കളെ കുറിച്ചോർത്ത് അവൾ കണ്ണീർ പൊഴിക്കുന്നു. അവരുടെ വേർപാട് ലീലയെ വല്ലാതെ തളർത്തി. അബലയുടെ ബലം വിശുദ്ധിയാണല്ലേ. സ്ത്രീയുടെ കരുത്ത് അവളുടെ ചാരിത്രശുദ്ധി തന്നെ. എന്നാൽ ഭർത്താവ് മൃതിപ്പെട്ടതോടെ ആ ബോധവും അവൾക്ക് നഷ്ടപ്പെടുന്നു. അക്കാലത്ത് വേരുറച്ചു പോയ സാമൂഹിക ആചാരങ്ങളെ ആശാൻ വെല്ലുവിളിക്കുന്നുണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിൽ. നാട്ടാചാരങ്ങൾ ദുരാചാരങ്ങളാകുമ്പോൾ അവ മനുഷ്യ ഹൃദയങ്ങളെ കശാപ്പ് ചെയ്യുകയും ഭ്രാന്ത് പിടിപ്പിക്കുകയും സാധാരണക്കാരെ കഠിനമായ പകയോടെ കൊല്ലുകയും ചെയ്യുമെന്നാണ് കവി ഭാഷ്യം. എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീക്ക് വിവാഹ കാര്യത്തിൽ പോലും സ്വന്തമായൊരു തീരുമാനം സാധ്യമാകുന്നില്ല. ശോകവും ഭയാശങ്കകളും കൊണ്ട് ഇളകി മറിഞ്ഞ മഴക്കാല സന്ധ്യ പോലെ വിചിത്രമായ ലീലയുടെ മനസ്സിലൂടെയാണ് കവി കയറിയിറങ്ങുന്നത്. സ്വന്തം നാട്ടിലെത്തിയ ലീലയ്ക്ക് മാതാപിതാക്കളെ കാണാമല്ലോ എന്ന അതിയായ മോഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് പിതാവിൻ്റെ ചിതാഗ്നിയിൽ ചാടി സതി അനുഷ്ഠിച്ച മാതാവും സ്വർലോകം പോകിയ വാർത്തയാണ് വൃത്തിയിൽ നിന്ന് ലീലയ്ക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഏതൊരു മക്കളെയും അഥവാ മകളെയും പോലെ ലീലയും ആ കടുത്ത വിയോഗത്തിൽ നൊന്തു. എന്നാൽ മദനോടുള്ളതായ ദൃഢാനുരാഗം ലീലയെ ഉജ്ജീവക ശക്തിയായി ഉയർത്തി. ലീല ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലേക്ക് സഖിയായ മാധവിയിലൂടെ അവതരിക്കുന്നു. പിതാവ് മകൾക്കായി കരുതി വെച്ച വമ്പിച്ച സ്വത്തിനേക്കാൾ ലീല വിലമതിക്കുന്നത് സഖി സമാഗമമാണ്. എല്ലാ തടസ്സങ്ങളും അകന്ന് പ്രിയപ്പെട്ടവനോടൊത്തുള്ളതായ വേഴ്ച ആഗ്രഹിക്കുന്ന ലീലയോട് സഖി മദനെ സംബന്ധിച്ച വേദനാജനകമായ വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സതീരത്നമായി കവി വാഴ്ത്തുന്ന ലീല പണ്ട് മുതലേ മദനെ ഭർത്താവായി ഹൃദയത്തിൽ വരിച്ചിരുന്നല്ലോ. എന്നാൽ താൻ ജീവന തുല്യം സ്നേഹിച്ച ലീല മറ്റൊരാളുടേതായി എന്നറിഞ്ഞ മദനൻ ഒട്ടൊരു വികല ബുദ്ധിയായി തീരുകയാണ് ഉണ്ടായത്. ആ പട്ടണം തന്നെ അദ്ദേഹം വെടിഞ്ഞു. പിന്നീട് ഇതുവരെ അവനെ ആ നാട് കണ്ടിട്ടില്ല. ലീലയോടുള്ള സ്നേഹം കുറയുകയോ മറ്റൊരാളോട് പ്രണയം തോന്നുകയോ ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. അതിയായ ആശയോടെ ലീല തിരഞ്ഞെത്തിയതായ ആ നിധി ശൂന്യമായ ഭാണ്ഡമായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും ലീലയെ തളരാതെ പിടിച്ചു നിർത്തുവാൻ ആശാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തൻ്റെ നായിക മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആശാൻ നിശ്ചയിച്ചിരുന്നത്. മദനൻ ദൃഷ്ടിയിൽ നിന്ന് അകലുവാൻ കാരണം താനാണല്ലോ എന്ന ചിന്ത ലീലയ്ക്ക് അവനോടുള്ള പ്രിയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പ്രണയത്തിൻ്റെ പ്രതിബദ്ധതയിൽ അകപ്പെടുന്നു ഇവിടെ നായിക. മദനെ കുറിച്ചോർത്ത് കണ്ണീർ വാർത്തും ദുഃഖിച്ചും ആശാന്റെ നായിക ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മാതാപിതാക്കളുടെ വിയോഗം മൂലമുണ്ടായ ശോകമാണ് ലീലയ്ക്കുള്ളതെന്ന് പലരും കരുതി. അങ്ങനെ യഥാർത്ഥ സത്യത്തെ യവനികയിലെന്ന പോലെ മറച്ചുവെച്ചു. പ്രശസ്തരായ പല യുവാക്കളും ലീലയെ മോഹിച്ചെത്തി. നക്ഷത്രങ്ങൾ തന്നെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും നക്ഷത്രങ്ങൾ തന്നെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും ചന്ദ്രനില്ലാത്ത രാത്രി പോലെ ലീല വൈവശ്യത്തിലാണ്ടു. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ളതായ മദനെ തേടിയുള്ള മാനസിക വ്യതയും ഒരു ധന്യത തന്നെ. മൂല്യവത്തായ അനുരാഗം ഉലയിൽ ഊതിക്കാറ്റിയതായ സ്വർണം പോലെ പ്രകാശമാനമായി. ഈ അവസരത്തിലാണ് ദിവ്യമായ വേദമന്ത്രത്തിന്റെ പൊരുൾ തേടിപ്പോകുന്നതായ സൂക്ഷ്മ ബുദ്ധിയെപ്പോലെ തോഴി മാധവി തൻ്റെ പ്രിയ സഖിയുടെ കാമുകനെ തിരഞ്ഞു പോകുന്നത്. ലീലാകാവ്യത്തിന്റെ ദാർശനികതയിലൂടെയാണ് മാധവി മദനെ തേടി ഇറങ്ങുന്നത്. മാധവി വാക്കുപാലിക്കുന്നു, മദനെ കണ്ടെത്തുന്നു. ആണ്ടിലൊരിക്കൽ മാത്രം വന്നെത്തുന്ന സുദിനം കണക്ക് ലീല രാത്രിയുടെ ഏകാന്തതയിൽ ചന്ദ്രികയിൽ കുളിച്ചു കിടക്കുമ്പോൾ സഖി മാധവി പ്രത്യക്ഷപ്പെടുകയും മഹാകവി കുമാരനാശൻ കാവ്യാരംഭം കുറിക്കുകയും ചെയ്യുന്നു. ലീല മദനൻ
പ്രാണന്മാർ കണ്ടുമുട്ടുകയും ആലിംഗനബദ്ധരാവുകയും ചെയ്തു. എന്നാൽ മറ്റൊരാളുടേതായ ലീലയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞതായ മദനൻ അവളിൽ നിന്നകന്ന് നദിയിലേക്ക് ചാടി ജീവനൊടുക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ലീലയും മരണത്തെ പുലുകുന്നതോടെ കാവ്യം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ലീലാകാവ്യത്തിൻ്റെ ഒടുവിൽ ആസ്വാദക ഹൃദയത്തിൽ അവശേഷിക്കുന്നത് പ്രണയസാക്ഷിയായ നമ്മുടെ സഖി മാധവി മാത്രമാണ്. കാലാതിവർത്തിയായ ലീലാകാവ്യത്തെ മഹാകാവ്യമാക്കി തീർക്കുന്നത് പ്രണയത്തിൻ്റെ ഊഷ്മളതയാണ്. വിമർശനത്തിൻ്റെ ചൂടറിഞ്ഞ മനോഹര കാവ്യത്തെയും മഹാകവി കുമാരനാശാനെയും ആക്രമികൾ, അതായത് നിരൂപകരുണ്ടല്ലോ, വളഞ്ഞു വെച്ച് ആക്രമിച്ചു. നൂറ്റാണ്ടിന് മുമ്പ് ലീലയെ കുട്ടിക്കൃഷ്ണമാരാർ കൊലപാതകിയായി ചിത്രീകരിച്ചു. വള്ളത്തോൾ നാരായണ മേനോൻ നിശിത വിമർശനം അഴിച്ചുവിട്ടു. അവർക്കെല്ലാം അതേ നാണയത്തിൽ തന്നെ ആശാൻ മറുപടി കൊടുത്തു കേട്ടോ. മറ്റൊരിടത്തും അവതരിപ്പിച്ചിട്ടില്ലാത്തതായ ഒരു സ്ത്രീ രത്നത്തെയാണ് ലീലയിലൂടെ കുമാരനാശാൻ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചത്. 1907 വീണപ്പൂവിലൂടെ മലയാളത്തിൽ കാൽപ്പനിക കാവ്യശാഖയ്ക്ക് തുടക്കമിട്ടതായി കുമാരനാശാൻ ലീലയിലൂടെ പുതിയൊരു കാവ്യാനുശീലനത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റോമിയോ ജൂലിയറ്റ് കഥ, ലോങ് ഫെലോവിൻ്റെ ജവാൻ ജലീൽ, അതുപോലെ ഗീറ്റ്സിൻ്റെ ഇസബല്ല എന്നീ കൃതികൾ പകർന്നു നൽകിയതായ രസാനുഭൂതി മലയാളത്തിൽ ആദ്യമായി പകർന്നു തന്ന അഭൗമ പ്രണയ കഥയാണ് ലീല. തുടർന്ന് വരുന്നതായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യുണിക് മലയാളം ലെക്ചർ ചാനൽ.